നമസ്കാരം. ഭക്തിയുടെ പുണ്യതീരത്തേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നുണ്ടാവാം, മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ടാവാം. എന്നിട്ടും വീട്ടിൽ സമാധാനമില്ല, ധനനഷ്ടം മാത്രം. നിങ്ങൾ ദിവസവും ചെയ്യുന്ന പൂജകൾക്ക് ഫലം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ചില ഗുരുതരമായ തെറ്റുകളാണ് ഇതിനെല്ലാം കാരണം. ഈ തെറ്റുകൾ നിങ്ങളുടെ ഐശ്വര്യം, ആരോഗ്യം, സാമ്പത്തിക ഭദ്രത എന്നിവയെ ഇല്ലാതാക്കും. പുരാണങ്ങളും വാസ്തുശാസ്ത്രവും പറയുന്ന നിങ്ങൾ ഉടൻ തിരുത്തേണ്ട പൂജാമുറിയുമായി ബന്ധപ്പെട്ട 8 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുക. ഈ തെറ്റുകൾ തിരുത്തിയാൽ ഫലം ഉടൻ തന്നെ നിങ്ങൾക്കനുഭവപ്പെടും. വീഡിയോ അവസാനം വരെ കാണുക. 1. മരിച്ചവരുടെ ചിത്രങ്ങൾ പൂജാമുറിയിൽ വയ്ക്കുന്നത്. ഇത് ധാർമ്മികമായും ആത്മീയമായും ഒരു വലിയ തെറ്റാണ്. നമ്മുടെ പൂർവികർക്ക് നമ്മൾ ആദരവ് നൽകണം എന്നതിൽ സംശയമില്ല. പക്ഷേ പൂജാമുറി ദൈവങ്ങളുടെ ഊർജ്ജവും അനുഗ്രഹവും പ്രവഹിക്കുന്ന സ്ഥലമാണ്. മരിച്ചുപോയവരുടെ ചിത്രങ്ങൾ അവിടെ വയ്ക്കുമ്പോൾ അത് ആരാധനയുടെ ഊർജ്ജത്തെ ഭൗതിക ലോകത്തേക്ക് വലിച്ചിറക്കുകയും പൂജാഫലം കുറയ്ക്കുകയും ചെയ്യും. അതിനാൽ പൂജാമുറിയിൽ മരിച്ചവരുടെ ചിത്രങ്ങൾ വയ്ക്കാതിരിക്കുക. അവരുടെ ചിത്രങ്ങൾ വീട്ടിലെ തെക്ക് ദിശയിലുള്ള മറ്റേതെങ്കിലും ഭിത്തിയിൽ സ്ഥാപിക്കുന്നതാണ് കൂടുതൽ ഉചിതം. 2. കേടുവന്ന വിഗ്രഹങ്ങൾ, വിളക്കുകൾ, പാത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത്. കൈ ഒടിഞ്ഞതോ പോറലുകൾ വന്നതോ ആയ വിഗ്രഹങ്ങളും വിള്ളലുകളുള്ള വിളക്കുകളും പൂജയ്ക്കുപയോഗിക്കുന്നത് ആരാധനയുടെ പൂർണ്ണതയെ തടസ്സപ്പെടുത്തുന്നു. കേടുവന്ന വിഗ്രഹം ഒരു കുറവായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ വിളക്കിലോ പൂജാപാത്രങ്ങളിലോ ഉള്ള വിള്ളലുകൾ ഐശ്വര്യത്തെ തടസ്സപ്പെടുത്തും. കേടുപാടുകൾ വന്ന വിഗ്രഹങ്ങൾ ഉടൻ തന്നെ ഭക്തിയോടെ മാറ്റിവെക്കുക. പൂജാമുറിയിൽ കേടായ ഒരു വസ്തുപോലും വയ്ക്കാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. 3. പൂജയ്ക്ക് ശേഷം വിളക്ക് ഊതിക്കെടുത്തുന്നത്. നമ്മൾ പലപ്പോഴും അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റാണിത്. നമ്മുടെ വായിൽ നിന്നുള്ള വായു അശുദ്ധമായാണ് കണക്കാക്കുന്നത്. അതിനാൽ വിളക്ക് ഊതിക്കെടുത്തുന്നത് ദൈവികമായ ഊർജ്ജത്തെയും വിളക്കിന്റെ പരിശുദ്ധിയെയും ഇല്ലാതാക്കും. വിളക്ക് കെടുത്താനായി ഒരിക്കലും ഊതരുത്. പകരം പൂക്കൾ ഉപയോഗിച്ച് മെല്ലെ കെടുത്തുകയോ അല്ലെങ്കിൽ തിരി പതിയെ താഴ്ത്തുക. കൂടാതെ എണ്ണ തീർന്ന് വിളക്ക് കരിയാതിരിക്കാനും ശ്രദ്ധിക്കണം. 4. തെറ്റായ ദിശയിൽ പൂജാമുറി സ്ഥാപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. വാസ്തുശാസ്ത്രപ്രകാരം പൂജാമുറിക്ക് ഏറ്റവും ഉചിതമായ ദിശ വടക്ക് കിഴക്ക് കോണാണ്. ഇത് ഈശ്വരന് ഏറ്റവും പ്രാധാന്യമുള്ള ദിശയാണ്. ഈ ദിശയിൽ പൂജാമുറി സ്ഥാപിച്ചാൽ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും. വിഗ്രഹങ്ങൾ കിഴക്ക് ദിശയിലേക്ക് നോക്കുന്ന രീതിയിൽ വയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തെക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഒഴിവാക്കുക. തെക്ക് ഭാഗം ദക്ഷിണാമൂർത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ധ്യാനത്തിന് നല്ലതാണ്. പക്ഷേ ഭൗതിക പൂജകൾക്ക് കിഴക്കോ വടക്കോ ആണ് ഉചിതം. 5. വാടിയ പൂക്കളും വൃത്തിയില്ലായ്മയും പൂജാമുറിയിൽ നിലനിർത്തുന്നത്. പൂജാമുറിയിലെ അശുദ്ധി വീട്ടിലെ സമൃദ്ധി പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നായി കരുതപ്പെടുന്നു. തലേന്നത്തെ വാടിയ പൂക്കളും ചന്ദനത്തിരിയുടെ ചാരവും നീക്കാതിരുന്നാൽ പൂജാമുറിയിൽ നെഗറ്റീവ് ഊർജ്ജം നിറയും. ലക്ഷ്മീദേവിയുടെ സാന്നിധ്യം നിലനിൽക്കണമെങ്കിൽ പൂജാമുറി എപ്പോഴും തിളക്കത്തോടെയും ശുദ്ധിയോടെയും ഇരിക്കണം. അതിനാൽ ഓരോ ദിവസവും പൂജയ്ക്കു മുൻപ് മുറി വൃത്തിയാക്കുകയും വാടിയ പൂക്കൾ ഉടൻ മാറ്റുകയും പഴയ സാധനങ്ങൾ അടിഞ്ഞുകൂടാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക. 6. ഒരേ ദേവന്റെ ഒന്നിലധികം വിഗ്രഹങ്ങൾ. വീട്ടിലെ പൂജാമുറിയിൽ പലരും വരുത്തുന്ന മറ്റൊരു ശ്രദ്ധക്കുറവാണ് ഒരേ ദേവന്റെ തന്നെ പലതരം രൂപത്തിലുള്ള വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ഒരുമിച്ച് വയ്ക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പൂജാമുറിയിലെ ദൈവിക ഊർജ്ജം വിഭജിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വീട്ടിലെ പൂജാമുറിക്ക് ശാന്തമായതും ലളിതവുമായ ഒരു ഊർജ്ജമാണ് ആവശ്യം. ഒരേ ദേവന്റെ പല രൂപങ്ങൾ വയ്ക്കുമ്പോൾ നിങ്ങൾ ഏത് രൂപത്തിലാണ് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നതിൽ ഒരു ആശയക്കുഴപ്പം വരും. അതുകൊണ്ട് വീട്ടിലെ പൂജാമുറിയിൽ നിങ്ങൾ ആരാധിക്കാൻ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രധാന വിഗ്രഹത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വലിയ വിഗ്രഹങ്ങൾ വീട്ടിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയതും എളുപ്പത്തിൽ പൂജിക്കാൻ സാധിക്കുന്നതുമായ വിഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നതാണ്. 7. ധ്യാനമില്ലാത്ത പ്രാർത്ഥന. പൂജാമുറിയിലെ ഏറ്റവും വലിയ തെറ്റുകളിലൊന്നാണ് യഥാർത്ഥ ഭാവമില്ലാത്ത തിരക്ക് പിടിച്ചുള്ള പ്രാർത്ഥന. നിങ്ങൾ എത്ര മണിക്കൂർ വിളക്ക് വെച്ചാലും എത്ര ദ്രവ്യം സമർപ്പിച്ചാലും ധ്യാനമില്ലാത്ത പ്രാർത്ഥന ഒരിക്കലും പൂർണ്ണഫലം നൽകില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സും വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം. കാരണം പ്രാർത്ഥന എന്നത് ദൈവവുമായി നാം നടത്തുന്ന ഒരു ആശയവിനിമയമാണ്. നിങ്ങളുടെ മനസ്സ് മറ്റ് ചിന്തകളിലൂടെ ഓടുമ്പോൾ ആ ആശയവിനിമയം പൂർണ്ണമാകില്ല. ധ്യാനമില്ലാത്ത പ്രാർത്ഥന
നിങ്ങൾ വെറുതെ ചില ആചാരങ്ങൾ യാന്ത്രികമായി ചെയ്തു തീർക്കുന്നതുപോലെയാകും. യഥാർത്ഥ ഭക്തൻ പ്രാർത്ഥിക്കുന്നതിനു മുൻപ് മനസ്സിനെ ശാന്തമാക്കണം. അതിനാൽ പൂജ തുടങ്ങുന്നതിനു മുൻപ് കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും കണ്ണടച്ചിരുന്ന് മറ്റു ചിന്തകളെ ഒഴിവാക്കി ശ്വസനത്തിൽ ശ്രദ്ധിക്കുക. മനസ്സിനെ ഏകാഗ്രമാക്കിയ ശേഷം മാത്രം പ്രാർത്ഥനയിലേക്ക് കടക്കുക. നിങ്ങളുടെ വിശ്വാസം, ശ്രദ്ധ, ശുദ്ധി എന്നിവയാണ് പൂജയുടെ ഏറ്റവും വലിയ ഫലം. ഈ ധ്യാനം ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ ഭാഗമാണ്. പ്രിയഭക്തരെ, നമ്മൾ ചർച്ച ചെയ്ത ഈ 8 പ്രധാന കാര്യങ്ങൾ, ദിശ, ശുചിത്വം, വിഗ്രഹങ്ങളുടെ അവസ്ഥ, ഒപ്പം ഏറ്റവും പ്രധാനമായി ധ്യാനമില്ലാത്ത പ്രാർത്ഥന എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളായി തോന്നിയേക്കാം. എന്നാൽ ഈ തെറ്റുകളാണ് പൂജയുടെ ഫലം പൂർണ്ണമായി ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. ദൈവം വലിയ വിഗ്രഹങ്ങളിലല്ല കുടികൊള്ളുന്നത്. നിങ്ങളുടെ വിശ്വാസം, ശ്രദ്ധ, ശുദ്ധി, ഏകാഗ്രത എന്നിവയിലാണ്. ഈ ലളിതമായ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു പുതിയ ഊർജ്ജം പ്രവഹിക്കും. അത് നിങ്ങളുടെ വീട്ടിലേക്ക് സന്തോഷം, ഐശ്വര്യം, മനസ്സമാധാനം എന്നിവ കൊണ്ടുവരും. ഈ തിരുത്തലുകൾ ഒരു ദിവസം കൊണ്ട് മാന്ത്രികമായ മാറ്റങ്ങളുണ്ടാക്കുമെന്നല്ല പറയുന്നത്. മറിച്ച് ഇത് ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാക്കും എന്ന ഉറപ്പാണ് നൽകുന്നത്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ പൂജാമുറിയിൽ ഈ മാറ്റങ്ങൾ വരുത്തി തുടങ്ങുക. അതിലൂടെ നിങ്ങൾക്ക് ലഭിച്ച അനുഭവം എന്തായിരുന്നുവെന്ന് താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. ഈ വിലയേറിയ അറിവ് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് അവരെയും ഈ തെറ്റുകൾ തിരുത്താൻ സഹായിക്കുക. കൂടുതൽ അറിവുള്ള ഭക്തി വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.